ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂൺ 1-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ്. ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ്. എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ്. ഇന്ന് ജൂൺ 1 രക്ഷകർതൃ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. എന്താണ് ജൂൺ 1ന്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്തു വെക്കുക. രക്ഷകർതൃ ദിനമായിട്ടാണ് ജൂൺ 1 നമ്മൾ ആചരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ജൂൺ 1 രക്ഷകർതൃ ദിനമായി ആചരിക്കുന്നതെന്ന് നോക്കാം. കുട്ടികളെ വളർത്തുന്നതിന് മാതാപിതാക്കൾ വഹിക്കുന്ന പ്രാധാന്യത്തെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് ജൂൺ 1 രക്ഷകർതൃ ദിനമായി ആചരിക്കുന്നു. അപ്പോൾ എന്താണ് ജൂൺ 1ന്റെ പ്രത്യേകത? എന്താണ് രക്ഷകർതൃ ദിനമായിട്ടാണ് ആചരിക്കുന്നത്? കുട്ടികളെ വളർത്തുന്നതിൽ മാതാപിതാക്കൾ വഹിക്കുന്ന പ്രാധാന്യത്തെ ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് ജൂൺ 1 UN എന്തായിട്ട് ആചരിക്കുന്നത്? രക്ഷകർതൃ ദിനമായി ആചരിക്കുന്നത്. ഇനി 2024 പ്രമേയം എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക. ദ പ്രോമിസ് ഓഫ് പ്ലേഫുൾ പാരന്റിംഗ്. എന്താണ് ദ പ്രോമിസ് ഓഫ് പ്ലേഫുൾ പാരന്റിംഗ് എന്നുള്ളതാണ് 2024 പ്രമേയം. ജൂൺ 1ന്റെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. ജൂൺ 1 ലോക ക്ഷീര ദിനമായും ആചരിക്കുന്നു. എന്താണ് ലോക ക്ഷീര ദിനമായും ആചരിക്കുന്നു? എന്താണ് വേൾഡ് മിൽക്ക് ഡേ എന്നാണ്. ജൂൺ 1 ഇനി എന്തുകൊണ്ടാണ് ജൂൺ 1 വേൾഡ് മിൽക്ക് ഡേ ആയി ആചരിക്കുന്നത് എന്ന് നോക്കാം. ആഗോള ഭക്ഷണം എന്ന നിലയിൽ പാലിന്റെ പ്രാധാന്യം എടുത്തു കാട്ടുന്നതിനും ക്ഷീരകൃഷിയെയും ക്ഷീര വ്യവസായത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ടാണ് ജൂൺ 1 എന്തായി ആചരിക്കുന്നത്? വേൾഡ് മിൽക്ക് ഡേ ആയി ആചരിക്കുന്നത്. എന്താണ് ലോക ക്ഷീര ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ജൂൺ 1. എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ആഗോള ഭക്ഷണം എന്ന നിലയിൽ പാലിന്റെ പ്രാധാന്യം എടുത്തു കാട്ടുന്നതിന് ക്ഷീരകൃഷി എന്താണ്? പശു വളർത്തൽ പോലെയുള്ള, അതായത് പാലിന് വേണ്ടിയിട്ടുള്ള കൃഷി രീതിയാണ് എന്ത് പറയുന്നത്? ക്ഷീരകൃഷി എന്ന് പറയുന്നത്. അപ്പൊ ക്ഷീരകൃഷിയെയും ക്ഷീര വ്യവസായത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ടാണ് ജൂൺ 1 ലോക ക്ഷീര ദിനമായി ആചരിക്കുന്നത്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. 2024 മെയ്യിൽ മേഘവിസ്ഫോടനം ഉണ്ടായ കേരളത്തിലെ ജില്ല ഏതെന്നാണ്? ഏത് ജില്ലയിലാണ്? എറണാകുളത്താണ്. എറണാകുളത്തെ കളമശ്ശേരിയിലാണ്. എവിടെയാണ്? കളമശ്ശേരിയിലാണ് എന്തുണ്ടായത്? മേഘവിസ്ഫോടനം ഉണ്ടായതെന്ന് ആരാണ് പറഞ്ഞത്? കുസാറ്റ് അധികൃതരാണ് ഈ ഒരു റിപ്പോർട്ട് തന്നിരിക്കുന്നത്. എന്താണ് കളമശ്ശേരിയിൽ ഉണ്ടായ കനത്ത മഴയ്ക്ക് കാരണമായത്? എന്താണ്? മേഘവിസ്ഫോടനമാണ്. ഇനി എന്താണ് മേഘവിസ്ഫോടനം എന്നുകൂടി ഓർത്തു വെക്കുക. ഒരു ചെറിയ മേഖലയിൽ എന്ന് പറയുമ്പോൾ 80 സ്ക്വയർ കിലോമീറ്ററിൽ എന്തുണ്ടാകുകയാണ്? ശക്തമായ മഴയും കാറ്റും ഉണ്ടാകുന്ന പ്രതിഭാസമാണ് എന്ത്? മേഘവിസ്ഫോടനം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ശക്തമായ മഴ എന്ന് പറഞ്ഞു, അത് മണിക്കൂറിൽ 100 mm. എന്താണ്? മണിക്കൂറിൽ 100 mm മഴ ലഭിക്കുകയാണെങ്കിൽ അതാണ് എന്ത്? ശക്തമായ മഴ എന്ന് മേഘവിസ്ഫോടനത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് മേഘവിസ്ഫോടനം എന്ന് ഓർത്തു വെക്കുക. ഒരു ചെറിയൊരു മേഖലയിൽ അതിശക്തമായ മഴ എന്ന് പറയുന്നത് എന്താണ്? മണിക്കൂറിൽ 100 mm മഴ ലഭിക്കുകയും അതോടൊപ്പം ശക്തമായ കാറ്റും ഉണ്ടാവുന്ന പ്രതിഭാസമാണ് എന്ത്? മേഘവിസ്ഫോടനം എന്ന് പറയുന്നത്. ഇനി മേഘവിസ്ഫോടനത്തിന് കാരണമാകുന്ന മഴമേഘം ഏതാണെന്ന് കൂടി ഓർത്തു വെക്കുക. ക്യുമുലോസ്. ഏതാണ്? ക്യുമുലോസ് നിംബസ് എന്നുള്ളതാണ്. എന്താണ്? ക്യുമുലോസ് നിംബസ് എന്നുള്ള മഴമേഘമാണ് മേഘവിസ്ഫോടനത്തിന് കാരണമാവുന്നത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. 2024 മെയ്യിൽ മേഘവിസ്ഫോടനം ഉണ്ടായ കേരളത്തിലെ ജില്ല ഏതാണ്? എറണാകുളമാണ്. എറണാകുളത്തെ എവിടെയാണ് ഉണ്ടായത്? കളമശ്ശേരിയിലാണ് ഈ ഒരു മേഘവിസ്ഫോടനം ഉണ്ടായത്. ഇനി എന്താണ് മേഘവിസ്ഫോടനം എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? ചെറിയൊരു മേഖലയിൽ മണിക്കൂറിൽ 100 mm മഴയും അതോടൊപ്പം ശക്തമായ കാറ്റും ഉണ്ടാകുന്ന പ്രതിഭാസമാണ് എന്ത്? മേഘവിസ്ഫോടനം. മേഘവിസ്ഫോടനത്തിന് കാരണമാവുന്ന മേഘം ഏതാണ്? ക്യുമുലോസ് നിംബസ് എന്നുള്ള മേഘമാണ് മേഘവിസ്ഫോടനത്തിന് കാരണമാവുന്നത്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് കേരള ഗ്രാമീൺ ബാങ്കിനെ കുറിച്ചുള്ള ഒരു പ്രത്യേകതയാണ്. എന്താണെന്ന് നോക്കാം. ഫോബ്സ് പുറത്തിറക്കിയ 2024 ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക റീജിയണൽ റൂറൽ ബാങ്ക് ഏതെന്നാണ്? ഏത് ബാങ്കാണ്? കേരള ഗ്രാമീൺ ബാങ്ക് ആണ്. എന്താണെന്ന് ഓർത്തു വെക്കുക. ഫോബ്സ് പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരമാണ്. ആ ഒരു റിപ്പോർട്ടിൽ 2024 പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഒരേ
ഒരേ ഒരു റീജിയണൽ റൂറൽ ബാങ്ക് ആണ് ഏത്? കേരള ഗ്രാമീൺ ബാങ്ക്. അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക, ഇന്ത്യയിൽ നിന്നുള്ള ബാങ്കുകളിൽ 18ാം സ്ഥാനമാണ് ഏത് ബാങ്കിനുള്ളത്? കേരള ഗ്രാമീൺ ബാങ്കിനുള്ളത്. എന്താണ്? ഇന്ത്യയിൽ നിന്ന് ഈ ഒരു റിപ്പോർട്ടിൽ, ഈ ഒരു ലിസ്റ്റിൽ ഇടം നേടിയ ബാങ്കുകളിൽ 18ാം സ്ഥാനമാണ് കേരള ഗ്രാമീൺ ബാങ്കിന് ഉള്ളത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. ഫോബ്സ് പുറത്തിറക്കിയ 2024 ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഒരേ ഒരു ബാങ്ക്, ഒരേ ഒരു റീജിയണൽ റൂറൽ ബാങ്ക് ഏതാണ്? കേരള ഗ്രാമീൺ ബാങ്ക് ആണ്. വീണ്ടും ഒരു ബാങ്കിനെ കുറിച്ചുള്ള പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്, എന്താണ്? ഫെമ നിയമങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് അടുത്തിടെ RBI പിഴ ചുമത്തിയ ബാങ്ക് ഏതെന്നാണ്? ഏത് ബാങ്കിനാണ് പിഴ ചുമത്തിയത്? HSBC. ഏതാണ്? HSBC ബാങ്കിനാണ് എന്ത്? RBI പിഴ ചുമത്തിയത്. എന്ത് കാരണത്താലാണ് പിഴ ചുമത്തിയതെന്ന് പ്രത്യേകം ഓർത്തു വെക്കുക. ഫെമ നിയമങ്ങൾ ലംഘിച്ചതിനെ തുടർന്നാണ്. എന്താണ്? ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ലംഘിച്ചതിനെ തുടർന്നാണ് RBI ഏത് ബാങ്കിന് മേലാണ്? HSBC ബാങ്കിന് മേൽ പിഴ ചുമത്തിയത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക, HSBCയുടെ ഫുൾ ഫോം എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ്? ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നുള്ളതാണ് എന്ത്? HSBCയുടെ ഫുൾ ഫോം. അടുത്ത പോയിന്റ് നോക്കാം. കോടതിയിലെ വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി അനുവദിക്കാൻ തീരുമാനിച്ച ആദ്യ ഹൈക്കോടതി ഏതെന്നാണ്? ഏത് ഹൈക്കോടതിയാണ്? സിക്കിം ഹൈക്കോടതിയാണ്. എന്താണ്? ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഹൈക്കോടതിയിലെ വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി അനുവദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 3 ദിവസത്തേക്കാണ്. എന്താണ്? മാസത്തിൽ 3 ദിവസം വരെയാണ് ഈ ഒരു അവധി നൽകുന്നത്. അതായത് ആർത്തവ അവധി നൽകുന്നത് എന്താണ്? മാസത്തിൽ 3 ദിവസത്തേക്കായിരിക്കും. അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക, സിക്കിം ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക. ബിശ്വനാഥ് സോമാദർ ആണ്. ആരാണ്? ബിശ്വനാഥ് സോമാദർ ആണ് സിക്കിം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. കോടതിയിലെ വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി അനുവദിക്കാൻ തീരുമാനിച്ച ആദ്യ ഹൈക്കോടതി ഏതാണ്? സിക്കിം ഹൈക്കോടതിയാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. രാജ്യത്തെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ ആരംഭിക്കുന്നത് എവിടെയാണ്? വാരണാസിയിലാണ്. അപ്പോൾ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ്. ഓഗസ്റ്റിൽ ഇതിന്റെ ഉദ്ഘാടനം ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാജ്യത്തെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ ആണ് എവിടെയാണ് ആരംഭിക്കുന്നത്? വാരണാസിയിലാണ് ആരംഭിക്കുന്നത്. പർവ്വത് മല പരിയോജനയുടെ ഭാഗമായി വരുന്ന വാരണാസി റോപ്പ് വേയുടെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്? രാജ്യത്തെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ എവിടെ ആരംഭിക്കുന്നത്? വാരണാസിയിൽ ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. രാജ്യത്തെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ ആരംഭിക്കുന്നത് എവിടെയാണ്? വാരണാസിയിലാണ്. വീണ്ടും ഒരു ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അടുത്തിടെ ഉഷ്ണതരംഗത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട ഹൈക്കോടതി ഏതെന്നാണ്? ഏത് ഹൈക്കോടതിയാണ്? രാജസ്ഥാൻ ഹൈക്കോടതിയിലാണ്. എന്താണ്? ചൂട് മൂലം കുറെ അധികം ആളുകൾ അന്തരിക്കുകയുണ്ടായി. അപ്പൊ അതേ തുടർന്നാണ് എന്താണ്? അടുത്തിടെ ഉഷ്ണതരംഗത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആര് ആവശ്യപ്പെട്ടത്? ഏത് ഹൈക്കോടതിയാണ്? രാജസ്ഥാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. ഇനി ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബഹുരാഷ്ട്ര അഭ്യാസം റെഡ് ഫ്ലാഗ് 24. എന്താണ്? റെഡ് ഫ്ലാഗ് 24ന്റെ വേദി എവിടെയാണ് വേദി വരുന്നത്? അലാസ്കയാണ് വേദിയായി വരുന്നത്. എന്തിന്റെ വേദിയാണെന്ന് ഓർത്തു വെക്കുക. ബഹുരാഷ്ട്ര എന്താണ്? ഒന്നിൽ കൂടുതൽ രാഷ്ട്രങ്ങൾ പങ്കെടുക്കുന്ന അഭ്യാസമാണ്. അഭ്യാസത്തിന്റെ പേരെന്താണ്? റെഡ് ഫ്ലാഗ്. എന്താണ്? റെഡ് ഫ്ലാഗ് 24ന്റെ വേദി എവിടെയാണ്? അലാസ്കയിലാണ് ഈ ഒരു അഭ്യാസം നടക്കുന്നത്. ഇന്ത്യ, US ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ഒരു അഭ്യാസത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആ പോയിന്റ് കൂടി ഓർത്തു വെക്കുക. അപ്പോൾ എന്താണ്? ബഹുരാഷ്ട്ര അഭ്യാസം റെഡ് ഫ്ലാഗ് 24ന്റെ വേദി എവിടെയാണ്? അലാസ്കയാണ്. ഇനി നോക്കുന്ന പോയിന്റ് ഇതാണ്. 2024 സൗത്ത് കൊറിയ ആരംഭിച്ച സ്പേസ് ഏജൻസി ഏതാണ്? കാസ എന്ന് നമുക്ക് പറയാം. നാസ എന്നൊക്കെ പറയും പോലെ നമുക്ക് കാസ എന്ന് പഠിച്ചു വെക്കാം. എന്താണ്? 2024 സൗത്ത് കൊറിയ ആരംഭിച്ച സ്പേസ് ഏജൻസിയാണ് എന്ത്? കാസ. ഇനി കാസയുടെ ഫുൾ ഫോം എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക. കൊറിയ എയ്റോസ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ് കാസയുടെ ഫുൾ ഫോം. എന്താണ്? കൊറിയ എയ്റോസ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ് കാസയുടെ ഫുൾ ഫോം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്തു വെക്കുക. 2024 സൗത്ത് കൊറിയ ആരംഭിച്ച സ്പേസ് ഏജൻസിയാണ് ഏത്? കാസ. 2024 നോർവേ ചെസ് ടൂർണമെന്റിൽ ക്ലാസിക്കൽ ചെസ്സിൽ ലോക 1ാം നമ്പർ താരമായ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആരാണ്? ആർ
പ്രജ്ഞാനന്ദയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. എന്താണ്? ആർ പ്രജ്ഞാനന്ദയാണ്. എന്താണ് പ്രത്യേകത എന്ന് ഓർത്തു വെക്കുക. 2024 നടക്കുന്ന എന്താണ് നോർവേ ചെസ് ടൂർണമെന്റ് ക്ലാസിക്കൽ ചെസ് ഏതാണ്? ക്ലാസിക്കൽ ചെസ്സിൽ ലോക 1-ാം നമ്പർ താരമാണ്. ആരാണ്? മാഗ്നസ് കാൾസൺ. എന്താണ്? മാഗ്നസ് കാൾസനെ 1-ാം നമ്പർ താരമായ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആരാണ്? ആർ പ്രജ്ഞാനന്ദയാണ്. അപ്പോൾ അതോടൊപ്പം ക്ലാസിക്കൽ ചെസ് എന്താണെന്ന് കൂടി ഓർത്തു വെക്കുക. മത്സരാർത്ഥികൾക്ക് നീക്കങ്ങൾ നടത്താൻ വേണ്ടി കൂടുതൽ സമയം അനുവദിക്കുന്ന ഗെയിമാണ്, ചെസ് ഗെയിമാണ് എന്ത്? ക്ലാസിക്കൽ ചെസ്. അപ്പോൾ ക്ലാസിക്കൽ ചെസ്സിൽ 1-ാം നമ്പർ എന്താണ്? ലോക 1-ാം നമ്പർ താരമായ മാഗ്നസ് കാൾസനെയാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ ആദ്യമായിട്ടാണ് എന്ത്? ക്ലാസിക്കൽ ചെസ്സിൽ കാൾസനെ ആർ പ്രജ്ഞാനന്ദ പരാജയപ്പെടുത്തുന്നത്. അപ്പോൾ ആ കാര്യം കൂടി ഓർത്തു വെക്കുക. അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക 2022 ആർ പ്രജ്ഞാനന്ദയ്ക്ക് അർജുന അവാർഡ് ലഭിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. 2024 നോർവേ ചെസ് ടൂർണമെന്റ് ക്ലാസിക്കൽ ചെസ്സിൽ ലോക 1-ാം നമ്പർ താരമായ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആരാണ്? ആർ പ്രജ്ഞാനന്ദയാണ്. വീണ്ടും സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അടുത്തിടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഉറുഗ്വായ് ഫുട്ബോൾ താരം ആരാണ്? എഡിൻസൺ കവാനിയാണ്. അടുത്തിടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് എന്താണ് വിരമിക്കൽ പ്രഖ്യാപിച്ച ഉറുഗ്വായ് ഫുട്ബോൾ താരം. അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക ഉറുഗ്വായ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും അധികം ഗോൾ നേടിയ താരങ്ങളുടെ ലിസ്റ്റിൽ 2-ാം സ്ഥാനത്താണ് എഡിൻസൺ ഉള്ളത്. അപ്പോൾ അതോടൊപ്പം തന്നെ മറ്റൊരു പോയിന്റ് കൂടി ഓർത്തു വെക്കുക. 2011 കോപ്പ അമേരിക്ക ഉറുഗ്വായ് നേടിയപ്പോൾ ആ ഒരു ടീമിൽ അംഗമായിരുന്നു എഡിൻസൺ കവാനി. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്. അടുത്തിടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഉറുഗ്വായ് ഫുട്ബോൾ താരം ആരാണ്? എഡിൻസൺ കവാനിയാണ്. ഉറുഗ്വായ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും അധികം ഗോൾ നേടിയ താരങ്ങളുടെ ലിസ്റ്റിൽ 2-ാം സ്ഥാനമാണ് ആർക്കുള്ളത്? എഡിൻസണിനുള്ളത്. അതേപോലെ തന്നെ 2011 കോപ്പ അമേരിക്ക ഉറുഗ്വായ് നേടിയപ്പോൾ ആ ഒരു ടീമിൽ അംഗമായിരുന്നു എഡിൻസൺ കവാനി. അടുത്ത പോയിന്റ് നോക്കാം. അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ന്യൂസിലൻഡ് വനിതാ വിക്കറ്റ് കീപ്പർ ആരാണ്? ബെർണാഡിൻ ബെസുഡൻ ഹൗട്ട് ആണ്. അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ന്യൂസിലൻഡ് വനിതാ വിക്കറ്റ് കീപ്പർ. ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. 2024 മെയ്യിൽ മേഘവിസ്ഫോടനം ഉണ്ടായ കേരളത്തിലെ ജില്ല ഏതാണ്? എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലാണ് മേഘവിസ്ഫോടനം സംഭവിച്ചത്. ഈ ഒരു റിപ്പോർട്ട് നൽകിയത് ആരാണ്? കുസാറ്റ് ഉദ്യോഗസ്ഥരാണ്. അതേപോലെ തന്നെ ഓർത്തു വെക്കുക എന്തായിരുന്നു മേഘവിസ്ഫോടനം എന്ന് ഓർത്തു വെക്കുക. ചെറിയൊരു മേഖലയിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടാകുന്ന പ്രതിഭാസമാണ് എന്ത്? മേഘവിസ്ഫോടനം. അത് ആ മഴ എത്രയാണെന്ന് കൂടി ഓർത്തു വെക്കേണ്ടതുണ്ട്. ഒരു മണിക്കൂറിനുള്ളിൽ 100 mm മഴ ലഭിക്കുകയാണ്. അതോടൊപ്പം കാറ്റും ഉണ്ടെങ്കിലാണ് എന്തുണ്ടെന്ന് പറയുന്നത്? മേഘവിസ്ഫോടനം സംഭവിച്ചു എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മേഘവിസ്ഫോടനത്തിന് കാരണമാകുന്ന മഴമേഘം ഏതാണ്? ക്യുമുലോസ് നിംബസ് എന്നുള്ള മേഘമാണ് മേഘവിസ്ഫോടനത്തിന് കാരണമാകുന്നത്. ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു ബാങ്കിനെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആയിരുന്നു. ഫോബ്സ് പുറത്തിറക്കിയ 2024 ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ഏക റീജിയണൽ റൂറൽ ബാങ്ക് ഏതാണ്? കേരള ഗ്രാമീൺ ബാങ്ക് ആണ്. അതേപോലെ തന്നെ ഓർത്തു വെക്കുക ഫോബ്സിന്റെ പട്ടികയിൽ, അതായത് ഈ ഒരു ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള ബാങ്കുകളിൽ എത്രാം സ്ഥാനമാണുള്ളത്? ഇന്ത്യയിൽ നിന്നുള്ള ബാങ്കുകളിൽ 18-ാം സ്ഥാനമാണ് കേരള ഗ്രാമീൺ ബാങ്കിന് ഉള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റും ഒരു ബാങ്കിനെ കുറിച്ചുള്ള പോയിന്റ് ആയിരുന്നു. എന്താണ്? ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് നിയമങ്ങൾ ലംഘിച്ചതിനെ തുടർന്ന് RBI പിഴ ചുമത്തിയ ബാങ്ക് ഏത് ബാങ്കാണ്? HSBC. എന്താണ്? HSBC എന്നുള്ള ബാങ്കിന് മേലെയാണ് RBI ഈ ഒരു പിഴ ചുമത്തിയിരിക്കുന്നത്. എന്ത് കാരണം കൊണ്ടാണെന്ന് കൂടി ഓർത്തു വെക്കണം. ഫെമ ആക്ട് എന്താണ്? ഫെമ നിയമങ്ങൾ ലംഘിച്ചതിനെ തുടർന്നാണ് ഈ ഒരു പിഴ ചുമത്തൽ ഏർപ്പെടുത്തിയത്? RBI HSBC ബാങ്കിന് മേൽ ഏർപ്പെടുത്തിയത്. അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു. സിക്കിം ഹൈക്കോടതിയെ കുറിച്ചുള്ള ഒരു പോയിന്റ്. എന്താണ്? കോടതിയിലെ വനിതാ ജീവനക്കാർക്ക് ആർത്തവ അവധി അനുവദിക്കാൻ തീരുമാനിച്ച ആദ്യ ഹൈക്കോടതി ഏതാണ്? സിക്കിം ഹൈക്കോടതിയാണ്. മാസത്തിൽ 3 ദിവസം വരെയാണ് ഈ ഒരു അവധി നൽകുന്നത്. അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക സിക്കിം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ബിശ്വനാഥ് സോമാദർ ആണ്.
ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രാജ്യത്തെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ ആരംഭിക്കുന്നത് എവിടെയാണ് വാരണാസിയിലാണ് രാജ്യത്തെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ ആരംഭിക്കുന്നത്. ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് അടുത്തിടെ ഉഷ്ണതരംഗത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട ഹൈക്കോടതി ഏതാണ്? രാജസ്ഥാൻ ഹൈക്കോടതിയാണ്. നിരവധി പേരുടെ മരണത്തെ തുടർന്ന് ചൂട് കാരണം നിരവധി പേരുടെ മരണത്തെ തുടർന്ന് ഉഷ്ണതരംഗത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട ഹൈക്കോടതി ഏതാണ്? രാജസ്ഥാൻ ഹൈക്കോടതിയാണ്. പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരു വേദിയായിരുന്നു ബഹുരാഷ്ട്ര അഭ്യാസം. റെഡ് ഫ്ലാഗ് 24ന്റെ വേദി എവിടെയാണ്? അലാസ്കയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഒരു സ്പേസ് ഏജൻസി ആയിരുന്നു. എന്താണ്? 2024 സൗത്ത് കൊറിയ ആരംഭിച്ച സ്പേസ് ഏജൻസി ഏതാണ്? കാസയാണ്. എന്താണ്? 2024 സൗത്ത് കൊറിയ ആരംഭിച്ച സ്പേസ് ഏജൻസി. ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളായിരുന്നു. 2024 നോർവേ ചെസ് ടൂർണമെന്റിൽ ക്ലാസിക്കൽ ചെസ്സിൽ ലോക 1-ാം നമ്പർ താരമായ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആരാണ്? ആർ പ്രജ്ഞാനന്ദയാണ്. എന്താണ്? ക്ലാസിക്കൽ ചെസ്സിൽ ലോക 1-ാം നമ്പർ താരമായ മാഗ്നസ് കാൾസനെയാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ എന്താണ് ക്ലാസിക്കൽ ചെസ് എന്നൊന്നും നമ്മൾ നോക്കിയിരുന്നു. എന്താണ്? മത്സരാർത്ഥികൾക്ക് അടുത്ത നീക്കത്തിന് വേണ്ടിയിട്ട്, അതായത് ഓരോ നീക്കത്തിന് വേണ്ടിയിട്ടും അധികം സമയം നൽകുന്ന ചെസ് ഗെയിമാണ് എന്ത്? ക്ലാസിക്കൽ ചെസ് എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് ആർ പ്രജ്ഞാനന്ദ ക്ലാസിക്കൽ ചെസ്സിൽ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തുന്നത്. ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് അടുത്തിടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഉറുഗ്വായ് ഫുട്ബോൾ താരം ആരാണ്? എഡിൻസൺ കവാനിയാണ്. അടുത്തിടെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഉറുഗ്വായ് ഫുട്ബോൾ താരം. അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക, ഉറുഗ്വായ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും അധികം ഗോൾ നേടിയ താരങ്ങളിൽ 2-ാം സ്ഥാനമാണ് എഡിൻസണിനുള്ളത്. അതേപോലെ തന്നെ 2011 കോപ്പ അമേരിക്ക ഉറുഗ്വായ് നേടുമ്പോഴേക്കും ആ ഒരു ടീമിൽ അംഗമായിരുന്നു എഡിൻസൺ കവാനി. ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് അടുത്തിടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ന്യൂസിലൻഡ് വനിതാ വിക്കറ്റ് കീപ്പർ ആരാണ്? ബെർനാഡിൻ ബെസുഡൻ ഹൗട്ടാണ്. എന്താണ്? 2024 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ന്യൂസിലൻഡ് വനിതാ വിക്കറ്റ് കീപ്പർ. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: കേരള ബാങ്ക് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്നും ഈ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകേണ്ടതുണ്ടെന്നും പ്രസ്താവിച്ച സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആരെന്നാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ KM ദിലീപ്, ഓപ്ഷൻ ബി A അബ്ദുൽ ഹക്കീം, ഓപ്ഷൻ സി V ഹരിനായർ, ഓപ്ഷൻ ഡി ആശിഷ് ജിതേന്ദ്ര ദേശായി. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: 2024 പ്രൊഫഷണൽ നാടക മത്സരത്തിൽ മികച്ച നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് നാടകം എന്നാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ശാന്തം, ഓപ്ഷൻ ബി കുചേലൻ, ഓപ്ഷൻ സി മണികർണിക, ഓപ്ഷൻ ഡി പറന്നുയരാൻ ഒരു ചിറക്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് 2024 വേദി എവിടെയെന്നായിരുന്നു ചോദ്യം. ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു. ഓപ്ഷൻ എ ആലപ്പുഴ, ഓപ്ഷൻ ബി കൊല്ലം, ഓപ്ഷൻ സി തൃശൂർ, ഓപ്ഷൻ ഡി കാസർഗോഡ്. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. കാസർഗോഡാണ് 2024 നടക്കുന്ന കുടുംബശ്രീ സംസ്ഥാന കലോത്സവമായ അരങ്ങിന്റെ വേദി. 2023 അരങ്ങിന്റെ വേദി എന്തായിരുന്നു? അത് തൃശ്ശൂരായിരുന്നു. ആ ഒരു മത്സരത്തിൽ ജേതാക്കളായത് ആരാണെന്ന് ഓർത്തു വെക്കുക. കാസർഗോഡ് ജില്ലയാണ് ജേതാക്കളായത്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: 2024 പാരീസ് ഒളിമ്പിക്സിൽ ബോക്സിംഗിൽ സ്വർണ്ണ മെഡൽ നേടുന്നവർക്ക് ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ പ്രഖ്യാപിച്ച സമ്മാനത്തുക എത്രയെന്നാണ്? ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു. ഓപ്ഷൻ എ $10,000, ഓപ്ഷൻ ബി $1,00,000, ഓപ്ഷൻ സി $25,000, ഓപ്ഷൻ ഡി $50,000. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. $1,00,000 ആണ് എന്താണ് ഈ ഒരു മത്സരത്തിൽ ബോക്സിംഗിൽ സ്വർണ്ണ മെഡൽ നേടുന്നവർക്ക് ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ പ്രഖ്യാപിച്ച സമ്മാനത്തുക. അതേപോലെ തന്നെ വെള്ളി മെഡൽ നേടുന്നവർക്ക് ലഭിക്കുന്നത് $50,000 ആണ്. അതേപോലെ വെങ്കല മെഡൽ നേടുന്നവർക്ക് ലഭിക്കുന്നത് $25,000 ആണ്. ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം.